ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാശുണ്ടാക്കുന്നത് മാത്രമല്ലടാ എന്റെ ലക്ഷ്യം. എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരെയെല്ലാം എനിക്ക് തോൽപ്പിക്കണം. എന്നെ വെല്ലുവിളിച്ചവരൊക്കെ എന്റെ മുന്നിൽ വന്ന് കരയണം. ഹോസ്പിറ്റലിലായ തക്കം നോക്കി നിങ്ങൾ അച്ഛന്റെ മന്ത്രി പദവി തട്ടിയെടുത്തു. അമ്മ തട്ടിയെടുത്തൊന്നുമല്ല, പാർട്ടിക്കാര് റിക്വസ്റ്റ് ചെയ്തിട്ട് ഗത്യന്തരം ഇല്ലാതെ അമ്മ ഏറ്റെടുത്തതാ. നീ പോടാ അവിടുന്ന്. ഞാൻ ഈ സ്ത്രീയോടാ സംസാരിക്കുന്നത്, അല്ലാതെ നിന്നോടല്ല. വർമ്മ സാറ് ഹോസ്പിറ്റലായ ഉടനെ പാർട്ടിക്കാരും ജനങ്ങളും കൂടി ഓടി വന്നു. അംബികാവർമ്മേ വിദ്യാഭ്യാസ മന്ത്രി പദവി ഏറ്റെടുക്കണം, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ നശിച്ചു പോവും എന്ന് പറഞ്ഞു. മതിയടാ കളിയാക്കിയത്. നീയേ എന്നോട് എതിർക്കുന്നതിന്റെ കാരണമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് മറുപടി പിറകെ വീണ് കിടക്കുന്ന എന്റെ ആങ്ങളയുടെ ഉത്തരവാദിത്വങ്ങളും കടമകളും എനിക്ക് നിറവേറ്റണം. അതിനാ ഞാൻ മിനിസ്റ്റർ പദവി ഏറ്റെടുത്തത്. മിനിസ്റ്റർ ആവാൻ വേണ്ടി എന്റെ അച്ഛനെ വീഴ്ത്തിയത് നിങ്ങളല്ലാന്ന് എന്താ ഉറപ്പ്? എന്റെ ആങ്ങളെ ഞാൻ ശത്രുവായിട്ട് കാണുന്നോ? അത് നീ ഈ ലോകത്ത് ആരോട് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഒന്നല്ല, 2 കുറ്റകൃത്യങ്ങളാ ഒന്നിന് പിറകെ ഒന്നായി നിങ്ങൾ ചെയ്തത്. എന്നെ ജയിലിലാക്കാൻ പാവം ജഗനങ്ങളിനെ കൊന്നു. അധികാരത്തിൽ കയറിപ്പറ്റാൻ ഒരു ബോംബ് സ്ഫോടനം നടത്തി അച്ഛനെ വീഴ്ത്തി. ഇതിൽ രണ്ടിലും നിങ്ങൾക്കും നിങ്ങളുടെ മകനും പങ്കുണ്ട്, അതുറപ്പാ. ഇവളും ഇവളുടെ മകനും ഇൻബോൺ ക്രിമിനലുകളാ. ഏത് വൃത്തികെട്ട പണിയും ചെയ്യും. ഇത് ഞങ്ങൾ തെളിയിക്കും. നാട്ടുകാർ നിങ്ങളെ കല്ലെറിയുന്നത് ഞങ്ങൾ കാണും. ഇവള് പറയുന്നൊന്നും അമ്മ കാര്യാക്കണ്ട. ഇവൾക്ക് ഇവളുടെ അച്ഛന്റെ മന്ത്രിസ്ഥാനം കിട്ടാത്തതിന്റെ ദേഷ്യ. അച്ഛനിരിക്കുന്ന കസേരയിൽ കയറിയിരിക്കുന്ന അഹങ്കാരിയല്ല ഞാൻ. എന്തായാലും സെക്രട്ടേറിയറ്റിൽ ഞാനും ഉണ്ടല്ലോ. ഇവരെങ്ങനെയാണ് അധികാരത്തിൽ കയറിയതെന്ന് കണ്ടുപിടിക്കാൻ എനിക്കറിയാം. ഇവക്കെന്താ പേ ഇളകിയോ? അതെ, വല്ല പട്ടിയും പിടിച്ച് കടിച്ചാണ്. എടാ ജയ, ഓ ആ പെണ്ണുമ്പിളെ വിളിക്കുന്നു. ജയ, ഈ തള്ള. ഒരു മിനിറ്റ്. ശരി, ഒന്നൊതുങ്ങൂ. തമ്പ്രാട്ടി, അടിയൻ, സോറി, ഉത്തരവ്. ഞാനൊരു കവർ നിന്നെ ഏൽപ്പിച്ചിരുന്നില്ലേ, അതെവിടെ? എന്തുണ്ട്? അതൊന്ന് പൊട്ടിച്ച് വായിച്ചേ. ആ, എന്താളിയാ? അളിയനെ ഒരു തൂക്കിക്കൊല്ലാൻ വിധിച്ചോ? അല്ലളിയാ, എന്നെ മന്ത്രി അംബികാവർമ്മ അവരുടെ പി ആയിട്ട് നിയമിച്ചു. എന്തായാലും ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞിട്ടളിയാ. ഇവരെന്ത് നാണം കെട്ട പണിയും കാണിക്കുന്നു എനിക്കറിയാം. നീ അത് വിട്ടേക്ക് രാജു. ഇവള് പ്രതാപന്റെ മകളല്ലെങ്കിലും ഇവളുടെ കാര്യത്തില് കുറച്ച് സെന്റിമെന്റ്സ് അവന് കൂടുതലാ. അതുകൊണ്ടാ ഇവളുടെ കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്താക്കാത്തെ. മര്യാദയ്ക്ക് നിന്നാ നിങ്ങൾക്കൊക്കെ കൊള്ളാം. ഇല്ലെങ്കിലേ
രണ്ടിനെയും പിടിച്ച് ഞാൻ പുറത്താക്കും. ഇതെന്താ മീൻ ചന്തയോ? ചന്തയിൽ പോലും ഇത്ര വൃത്തികെട്ട സംസാരം. പേഷ്യന്റ് കിടക്കുന്ന മുറിയുടെ വാതിക്കൽ നിന്ന് നായ പോലെ കുരയ്ക്കരുതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങളെയൊക്കെ പിടിച്ച് ആരാ മന്ത്രിയാക്കിയത്? അവന്മാരെയൊക്കെ പിടിച്ച് ചീഞ്ഞ കവളി മടലുകൊണ്ട് അടിക്കണം. അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ പേരിലാ നിങ്ങൾ ആ കസേരയിലിരുന്ന് ഞെളിയുന്നേ. അതിന്റെ എങ്കിലും നന്ദി കാണിച്ചൂടെ? ഡേ, തൊട്ടുപോരുത്. പ്രോട്ടോക്കോളും തേങ്ങാക്കൊലയൊക്കെ ഞാനങ്ങ് വിട്ടുകളയും. എന്റെ ഭാര്യയെ കൊണ്ട് നിങ്ങളെ ഞാൻ കൈകാര്യം ചെയ്യിക്കും. മനസ്സിലായോ? അതെ, എല്ലാവരും സൂക്ഷിച്ചോ. എല്ലാത്തിനും ഞാൻ പകരം വീട്ടും. ഈ മത്സരത്തില് ഞാനേ ജയിക്കൂ. വാടാ, മാറി നിക്കടി. കൊള്ളേണ്ടവർക്കെല്ലാം നന്നായി കൊണ്ടിട്ടുണ്ട്. അംബികാവർമ്മ മന്ത്രിയായത് ആർക്കും അങ്ങോട്ട് സുഖിച്ചിട്ടില്ല. എല്ലാവർക്കും അസൂയ അസൂയ. ഹോ, മനുഷ്യർക്ക് ഇത്രയും കുശുമ്പ് പാടുണ്ടോ? അമ്മ സത്യപ്രതിജ്ഞ കഴിഞ്ഞിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അതാ തൽക്കാലം ഞാൻ ക്ഷമിച്ചത്. അല്ലെങ്കിൽ ആ രാജുവിന്റെ കാരണം നോക്കി ഞാൻ ഒന്നും പൊട്ടിച്ചാനെ. അല്ല, എന്തായാലും അമ്മ ഇത്ര പെട്ടെന്നൊരു മിനിസ്റ്റർ ആവുന്നത് ഞാൻ കരുതിയില്ല. ഇനിയേ ഞാൻ ഈ നാടും വീടും ഒക്കെ അങ്ങ് ഭരിക്കുവടാ. എല്ലാത്തിനെയും ഞാനൊന്ന് ഒതുക്കും. കട്ടുമുടിച്ച് ഈ നാട് കുട്ടിച്ചോറാക്കണം. ചിക്കൻ ബിരിയാണി തിന്ന വേസ്റ്റ് ഡിഷ് പോലെ കാലിയായ ഖജനാവ് വലിച്ച് ദൂരോട്ടെറിയണം. കാശുണ്ടാക്കുന്നത് മാത്രമല്ലടാ എന്റെ ലക്ഷ്യം. എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരെയെല്ലാം എനിക്ക് തോൽപ്പിക്കണം. എന്നെ വെല്ലുവിളിച്ചവരൊക്കെ എന്റെ മുന്നിൽ വന്ന് കരയണം. ശത്രുക്കളെല്ലാം വെട്ടിയരിഞ്ഞ് എനിക്ക് മുന്നേറണം. ഇനി അങ്ങോട്ട് ഈ അംബികാവർമ്മയുടെ കാലമാണ് എന്റെ പ്രതാപകാലം. അകലെ